നമസ്കാരം. ഇത് കിലുക്കം ടെക്നോളജീസ്. നിങ്ങളേവരെയും പോലെ 30 വർഷം മുൻപ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എഞ്ചിനീയർ കിട്ടുണ്ണി. ആ എഞ്ചിനീയർ കിട്ടുണ്ണിയുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇവിടെ കുറെ എഞ്ചിനീയർമാരുണ്ട്. ഒരു വക സമയത്ത് ചെയ്തു തീർക്കില്ല. ബ്ലഡി ഫൂൾസ്. എന്താടോ ഇത്? സർക്യൂട്ട് ഡിസൈനാ? ഓഹോ, എന്താ? അല്ല, ഇതിൽ 230 വോൾട്ട് AC പവർ സപ്ലൈ എടുത്ത് DC സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണല്ലോ. ഈ പ്രോഡക്റ്റ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതി. എന്റെ കമ്പനി പൂട്ടിക്കാനാണോടോ താനിവിടെ ജോലി ചെയ്യുന്നത്? ഇനി വല്ല ഡിസൈനും ഉണ്ടോടോ? ഓഹോ, തന്നെ പവർ സപ്ലൈ ഡിസൈനാ? ഒരു ലൈറ്റർ കിട്ടുമോ? പിന്നെ ലൈറ്റർ എവിടെ ഉണ്ട്? എന്തിനാ? ഇതെല്ലാം കൂടി കത്തിച്ച് പണ്ടാരം അടക്കാനാ. സ്പെക്കും ഇല്ല, ഡീറ്റെയിൽസും ഇല്ല, ഒന്നുമില്ല. സ്പെക്ക് ഞാൻ വേറൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാം. പേപ്പറിലോ? ഓ, എന്നാ താനൊരു കാര്യം ചെയ്യും. ഒരു 10-15 പേപ്പറിൽ പവർ സപ്ലൈ, സ്പെക്ക്, സ്വിച്ച്, ട്രാൻസ്ഫോമർ എല്ലാം വരച്ചോണ്ട് വാ. ഞാൻ എൻ്റെ പരുവത്തിനെടുത്ത് ക്ലയൻസിനെ കാണിക്കാം. എന്നാൽ ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യാം. തന്നെയൊക്കെ എഞ്ചിനീയർ ആയിട്ട് കൊണ്ടു നടക്കുന്ന എന്നെ വേണം പറയാൻ. തനിക്ക് ഈ IC ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തുവിടോ. മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പേന വെച്ചായിരിക്കും. അല്ല, പെൻസിൽ കൊണ്ട്. ആഹാ, ആര് പറഞ്ഞോ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാൻ? എന്നാ ഞാൻ ഒരു സത്യം പറയാം, ഞാൻ പേന കൊണ്ടാ മാർക്ക് ചെയ്തത്. എന്താടോ? അല്ല, എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ. തനിക്ക് വേറെ ടാസ്ക് തന്നിട്ടില്ലേ? ഉവ്വ. ഇനി ഇവിടെ നിന്ന് എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞ് എന്റെ ജോലി കുളവാക്കിയാലേ പോകത്തുള്ളൂ. എന്റെ ഈശ്വരാ. അമേരിക്ക അമേരിക്ക. ഹലോ, എങ്ങോട്ട് പോകുന്നു? ജോജി. നന്ദിനി, സുഖമാണോ? സുഖം തന്നെ. ആള് വലിയ സന്തോഷത്തിലാണല്ലോ. ഒരു വിശേഷമുണ്ട്. ഈ അമേരിക്കയിലൊക്കെ നല്ല തണുപ്പാണല്ലേ? അവിടെ ഇപ്പൊ സമ്മറാ. എന്താ കൊതു! ഈ അമേരിക്കയിലൊന്നും കൊതു കാണത്തില്ല അല്ലേ? കൊതുകൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്തൊരു വെട്ടിത്തരമായി പറയുന്നത്. കൊതുകില്ലാതെ നാടുണ്ടോ? എന്നാലും വാഷിങ്ടൺ DC-യിലൊന്നും കൊതു കാണത്തില്ല. ഈ ട്രംപിനെയൊക്കെ അങ്ങനെ കൊതുവിന് കുത്താൻ പറ്റുമോ? ആഹാ, എന്താ പെട്ടെന്നൊരു അമേരിക്കൻ ചിന്ത? ഓ, അതോ, ഞാൻ അമേരിക്കയിൽ പോകുന്നു. ഓ, അമേരിക്കയിലോ? അതെ, അമേരിക്കയിൽ. ടു ബി പ്രിസൈസ്, വാഷിങ്ടൺ DC. സത്യാണോ? ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളുടെ ക്ലയന്റ് അമേരിക്കയിൽ നിന്ന് വന്നേ. അവർ എന്നോട്, മിസ്റ്റർ ജോജി, വുഡ് യു ഗിവ് മീ എ പ്രസന്റേഷൻ ഓഫ് ദ കറന്റ് പ്രോജക്റ്റ് എന്ന്. ഞാൻ പിന്നെ കണ്ണും പൂട്ടി ഇൻഫെൻജിസസിനെ മനസ്സിൽ ധ്യാനിച്ച് ഒറ്റ കീറ് മദാമ ഫ്ലാറ്റ്. പിന്നെ ഒരൊറ്റ ചോദ്യം, why did you come to Washington DC and guide us with your expertise എന്ന്. മദാമ ചോദിച്ചതല്ലേ, നമ്മൾ പറയാൻ പറ്റില്ല എന്ന് പാടില്ലല്ലോ. ഞാൻ ഗസ് പറഞ്ഞു. ഓ, കൺഗ്രാറ്റ്സ്. എനിക്ക് ഈ ഉണക്ക കിലുക്കൻ ടെക്നോളജീസ് നിന്ന് പോണം. ഞങ്ങളുടെ ക്ലയന്റിന് ഒരു പ്രോജക്ട് ലീഡ് വേക്കൻസി ഉണ്ട്. അതിന് ഞാൻ ലീഡ് അല്ലല്ലോ. എങ്ങനെയെങ്കിലും ആ CEO ചാക്കിട്ട് പ്രോജക്ട് ലീഡ് ആയിക്കോടെ. അതെങ്ങനെയാ? CEO ഓഫീസിൽ വന്നാൽ ഒപ്പം കാണും, വാല് പോലെ കിട്ടുണ്ണി. അപ്പൊ കിട്ടുണ്ണിയെ ഓടിക്കണം. വഴിയുണ്ടാക്കാം. ഇത്തവണയെങ്കിലും എന്റെ ഡിസൈന് പേറ്റന്റ് കിട്ടുവോ ആവോ? ചേട്ടാ, നമ്മുടെ ബ്ലോക്കിലോട്ടൊന്നും കാണാനില്ലല്ലോ. ഭയങ്കര ബിസി ആയിരിക്കും. കൊറിയർ ഓഫീസ് വരെ പോയതാ. ഇതെന്താ കയ്യില്? അത് ഒരു ഡിസൈനാ. പേറ്റന്റ് പോസ്റ്റ് ചെയ്തു.
പേറ്റന്റ് ആപ്ലിക്കേഷനോ? ഇങ്ങോട്ട് വന്നേ. ഈ എന്തിനാ? ഇങ്ങോട്ട് തന്നേ. നിനക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയൂ? KL7207841. ഭഗവാനേ ചേട്ടാ, ഇപ്രാവശ്യം പേറ്റന്റ് കിട്ടിയിരിക്കും ഞാനാ പറയുന്നത്. ഇതൊക്കെ അയക്കുമ്പോ ഒരു ദൈവോചാരമൊക്കെ വേണ്ടേ? നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ? ആ ശരിയാ. ശരിയാ. എന്ന് ഞാൻ പോട്ടെ, പണിയുണ്ട്. വഴി കിട്ടി. നമ്മുടെ എഞ്ചിനീയർ കിട്ടണി താനെ സ്ഥലം വിട്ടോളും. അയാൾ അപ്ലൈ ചെയ്ത പേറ്റന്റ് ആപ്ലിക്കേഷൻ നമ്പറായത്. അയാൾ ഒരു എടുത്തിയാട്ടക്കാരനാ. പേപ്പർ നോക്കി ഇലക്ട്രോണിക്സിന്റെ പേറ്റന്റ് നമ്പർ ആണെന്ന് അയാളെ അങ്ങ് ധരിപ്പിക്കണം. ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളും. അതിപ്പോ എങ്ങനെയാ? കിട്ടുണ്ണിയെ പറഞ്ഞു വിട്ടാലല്ലേ പകരം പ്രോജക്ട് ലീഡായിട്ട് അമേരിക്ക പോകാൻ പറ്റൂ. ആ എന്നാ ഇതേ വഴിയുള്ളൂ. ശരി. കിട്ടുണ്ണിയേട്ടാ, ഓ, പേറ്റന്റ് ആപ്ലിക്കേഷൻ 2025 ഇലക്ട്രോണിക് പേറ്റന്റ് റിസൾട്ട്സ്. അയ്യോ, ഞാനത് മറന്നു. എൻ്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എൻ്റെ ഡിസൈന് തന്നെ പേറ്റന്റ് കിട്ടണേ. വായിച്ചേ. A patent is an exclusive right granted for an invention. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. Electronic patent number K കുറെ കണ്ടിട്ടുണ്ട്. L 7 7 2 2 0 0 7 7 8. 8. ഇതുവരെ ശരിയാണോ കിട്ടുണ്ണിയേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 3 3 1. എന്താ പറഞ്ഞേ? 1. 1. ആ, കിട്ടി മോളെ. താനെങ്ങടൊക്കെയായി നോക്കണേ? താനെന്താ പൊട്ടം കളിക്കുക? ഞാൻ തന്നെയാടോ വിളിച്ചത്. ഡോ, കോട്ടും സൂട്ടും ഇട്ട് 3-4 മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് 4 ഇണക്കി വിലയില്ലാത്ത ഒരു ലൊടക്ക കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ CEO ആവില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. എടാ മൊരട്ട് കാളേ, പ്രോജക്റ്റ് മാനേജറായപ്പോൾ തുടങ്ങിയതല്ലേ നീ എൻ്റെ തന്തയ്ക്ക് വിളി. ഇത്രയും നാൾ ഞാൻ സഹിച്ചതേ എൻ്റെ ഗതികേട് കൊണ്ടാ. അധികാരം ഉണ്ടെങ്കിൽ ഏത് പേട്ടയ്ക്കും ഏത് എഞ്ചിനീയറേയും തെറി വിളിക്കാം. 30 വർഷം നീ വിളിച്ചില്ലേ? അത്രയെല്ലാം എന്താ തിരിച്ചു വിളിച്ചിരിക്കുന്നു. എന്ത് ഡാന്നാ? അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നീ എന്താ കരുതിയേ? ജീവിതകാലം മുഴുവൻ നിന്റെ ചെരുപ്പും നക്കി ഇവിടെ സർക്യൂട്ടും ഡിസൈൻ ചെയ്ത് ഞാൻ ഇവിടെ കഴിയുമെന്നോ? എഞ്ചിനീയർമാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ച് എഞ്ചിനീയർമാരെ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നിന്നെ വന്ന് വിളിച്ച് കാണിക്കാം. ഡോ ബഡാ താനിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, മൂർക്കം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. അതേടോ, മൂർക്കം പാമ്പിനെ തന്നെയാ താൻ പാല് കൊടുത്ത് വളർത്തിയത്. എത്ര എഞ്ചിനീയർമാരെയാടോ താൻ ഈ കമ്പനിയിൽ നിന്ന് പിഷ്കൂ ഫയർ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ പാപമൊക്കെ അനുഭവിക്കാതെ പോകാൻ പറ്റുമോടോ? ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ താനിവിടെ കിടന്ന് മൂക്കുകൊണ്ട് ഇച്ച ഇഞ്ഞ ജജ ഞഞ്ഞ ടട്ട നന്ന അച്ച ഇച്ച പുച്ച വരയ്ക്കും. അപ്പോൾ ഈ കമ്പനി വാങ്ങാൻ ഞാൻ എൻ്റെ TKM കോളേജ് എഞ്ചിനീയർമാരുമായിട്ട് വരും. അഹങ്കാരം കൊണ്ട് പറയല്ലട പട്ടിയുടെ മോനെ. നീ പട അല്ലെങ്കിൽ വേണ്ട, മത്തങ്ങാത്തല്ലേ ചുണുണ്ടെങ്കിൽ പുറത്തോട്ട് പോടാ. ആഹാ, അത് ശരി, മത്തങ്ങാത്തല്ലേ ഷോക്ക് അടുപ്പിച്ചു കൊല്ലോടാ നിന്നെ. 6 മാസങ്ങൾക്ക് ശേഷം
സർ, അയ്യോ എന്നെ കൊല്ലല്ലേ! ഇതൊക്കെ എവിടെയാ വെക്കേണ്ടേ? എന്റെ തലയില് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈ ഇൻവോയ്സ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാ പോരെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് എഴുതി വച്ചിരിക്കുന്നു. കിട്ടുണ്ണി, കിട്ടുണ്ണി, ഇവിടെ ആരും ഇല്ലേ? അങ്ങനെ ഇവിടുന്ന് പോയിട്ട് 6 മാസമായി. അത് പോട്ടെ, നാളെ ക്ലയന്റിന് കൊടുക്കാനുള്ള റിപ്പോർട്ട് റെഡിയാക്കിയോ? ഇല്ല. പിന്നെ എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ ഡിസൈൻ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പറഞ്ഞത്? ആഹാ, എന്നിട്ട് അത് റെഡിയാക്കിയോ? അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്? ആഹാ, എന്നിട്ട് പവർ പോയിന്റ് ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ നീ എന്തെടുക്കുമായിരുന്നു ഇതുവരെ? ദേ, എന്നെ നീ എന്ന ഇടയെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, അകത്താരമ്മേന്ന് വിളിക്കണമായിരിക്കും. ഒന്നും വിളിക്കണ്ട. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടുണ്ണി, അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാതെ പോയി. 1 മണിക്കൂർ വേറെ ഒരു ജോലിയും തരാതിരുന്നാൽ റിപ്പോർട്ട് റെഡിയാക്കി തരാം. എനിക്ക് തരിച്ചു വരുന്നു. വരട്ടെ, അപ്രൈസിൽ വരട്ടെ, ശരിയാക്കി തരാം എല്ലാത്തിനെ. സാറേ, താനെന്താ ഈ വഴിയൊക്കെ? സാർ, എനിക്കൊരു ജോലി. സാറോ? താൻ ഇവിടുന്ന് പോയപ്പോ മറ്റെന്തോ പേരാണല്ലോ വിളിച്ചത്. എന്ന് ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് ഓർമ്മയില്ല. മത്തങ്ങാത്തലയാന്ന്. നിനക്കിനി മതിയായില്ലല്ലേ? തന്റെ കമ്പനി എഞ്ചിനീയേഴ്സ് എവിടെ എവിടെ? ഈ കിലുക്കൻ ടെക്നോളജീസ് വാങ്ങാൻ TKM എഞ്ചിനീയേഴ്സുമായി വരുമെന്ന്. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വിശക്കുന്നു. ശവത്തിൽ കുത്തരുത് സാറേ എന്നൊക്കെ പറഞ്ഞ് തന്റെ മുന്നിൽ ഞാൻ കെഞ്ചുമെന്ന് വിചാരിച്ചോ? ഞാൻ പഠിച്ചത് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. ഈ നന്ദിനിയുടെയും ജോജിയുടെയും വാക്ക് വിശ്വസിച്ച് ഇവിടെ നിന്ന് പോയെന്നുള്ളത് നേരാ. പക്ഷെ TKM എഞ്ചിനീയേഴ്സിനൊരു ഗുണമുണ്ട്. എത്ര സപ്ലി ഉണ്ടെങ്കിലും എത്ര പ്രശ്നം വന്നാലും കുലുങ്ങില്ല. പണ്ട് പരീക്ഷയുടെ തലേന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ കൂട്ടുകാരുമൊത്ത് ഉറക്കെ വിളിച്ചിരുന്ന് എന്തും പഠിക്കാനും നേരിടാനും ഉണ്ടായിരുന്ന ആ ഒരു ഊർജം ഉണ്ടല്ലോടോ, അത് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോടോ? എൻ്റെ പേറ്റന്റ് ഡിസൈൻ ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ സബ്മിറ്റ് ചെയ്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അവരുടെ സഹായത്തോടെ ഞാൻ എൻ്റെ കമ്പനി സ്ഥാപിച്ചു. മിടുക്കരായ എഞ്ചിനീയർമാരെ ചേർത്തു. താനിപ്പ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ ഇവനിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന്. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ കമ്പനി വാങ്ങാൻ ഞാൻ എൻ്റെ TKM എഞ്ചിനീയേഴ്സുമായി വരുമെന്ന്. TKM എഞ്ചിനീയേഴ്സുമായി വരുമെന്ന്. അതിന് ഞാൻ ഈ കമ്പനി വിൽക്കുന്നില്ലെങ്കിലോ? മൂക്കറ്റം കടത്തി കുളിച്ച് ബലൂൺ പോലെ പൊട്ടാൻ പാകത്തിന് നിൽക്കുന്നു. ഈ കമ്പനി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ മാത്രം മണ്ടനല്ല താനെന്ന് എനിക്കറിയാം. താൻ വില പറയടോ. എന്റെ ടൈമിന് ഭയങ്കര വിലയാ. 3 കോടി. കോടി ഒരു 5-6 എണ്ണം തന്നെ പതപ്പിച്ച് കിടത്താൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടോ. താൻ അതിനൊരവസരം തരുന്നില്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഉള്ളൂ. 2 crore. ഒറ്റ വില. ബാർഗൈനിങ്ങിന് എനിക്ക് സമയമില്ല. 90 ലക്ഷം. 90 ലക്ഷോ? പറ്റില്ല പറ്റില്ല, 1.5 കോടിയെങ്കിലും മിനിമം വേണം. 85 ലക്ഷം. 90 85? അതെ, എന്റെ സമയത്തിന് ഭയങ്കര വിലയാ. ഇനി ഇവിടെ നിന്നാ ഇനിയും കുറയും. എടുത്തോണ്ട് പോയി പണ്ടാരം അടക്കം. അങ്ങനെ വഴിക്കുവാ. അല്ല, ജോജി അമേരിക്കയിൽ പോയില്ലേ? ഇൻഫിൻ ജീസസ്, ഒറ്റം കീറ്, മദാമ്മ ഫ്ലാറ്റ്. അതൊക്കെ അവന്റെ ഒരു നമ്പറല്ലേ. പക്ഷേ ഇവന്റെ ഉടായ്പ് കാരണമാണെങ്കിലും ഞാൻ ഈ നിലയിലെത്തി. ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ഇവിടെ കിടന്നേന്. കിട്ടുണ്ണി നന്ദിയുള്ളവനാ.
അതുകൊണ്ട് ഞാൻ ഇവനെ കൂടെ കൂട്ടി. കിട്ടണേട്ടാ എന്നെയും കൂടി. ശരി ശരി. അപ്പോ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഡീല് സൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സെൽഫി എടുത്താലോ? ജോജി, സെൽഫി എടുക്കുന്നതൊക്കെ കൊള്ളാം, മെയിൻ ഫോക്കസ് ഞാനാണ്. ഈ കുട്ടി എന്തായി കാണിക്കണേ? സെൽഫിക്ക് പോസ് ചെയ്യാൻ പെൺകുട്ടികളുമായി 3 മീറ്റർ അകലം പാലിക്കണം. നിങ്ങളൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഈ 2019 കോവിഡ് വന്നപ്പോഴാ. ഞങ്ങൾ DKM എഞ്ചിനീയേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ അത് ശീലിച്ചു. എന്നാ എല്ലാരും പോസ്റ്റ് ചെയ്തോളൂ. ഇനി നമ്മുടെ ഈ കമ്പനിയിലേക്ക് TKM എഞ്ചിനീയേഴ്സ് വരട്ടെ, മുഴങ്ങി കേൾക്കട്ടെ നമ്മുടെ ആ മുദ്രാവാക്യം. തകർത്ത് വെളിയട മക്കളെ. Kazakhstan, Tajikistan, Uzbekistan, bolo TKMC ki, bolo UME 95 ki. എന്തോന്ന് പറയാമോ? ഇന്നച്ചന്റെ കുടുംബമായിട്ട് ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഒന്ന് ചൂഴ്ന്നു നോക്കിയാൽ അതിലെങ്ങാനും ഇല്ല. പക്ഷെ ആൾ അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഇന്നസെന്റ് സാറിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന പോലെ തന്നെയുണ്ട്. വെരി വെൽ ഡൺ. ശരിക്കും ഈ കോളേജ് സമയത്ത് മിമിക്രി പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും പരിപാടി ചെയ്യാൻ കോളേജിൽ ചെയ്തിട്ടില്ല, ഇന്ത്യ വിട്ടപ്പോ ഓക്കെ ആയി. അറ്റ്ലാന്റയിൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇന്ത്യയിൽ ഇതൊന്നും വർക്കായില്ല. ആ പറഞ്ഞത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ? ആണോ അല്ലോ? ഞാൻ പറഞ്ഞട്ടെ, അല്ലാതെ ചേച്ചിമാര് പറയുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. Your good name? Azim ji, you were fabulous. Ronnie. ഒരു നായിക ഈ കഥയിലെ. കോളേജിലെ നായികയായിരുന്നോ? കോളേജിലെ നായികയായിരുന്നോ? അത് നമ്മുടെ CEO Sanju Sini. Okay, so once more, beautiful, wonderful team. ഇതുപോലെ അടിപൊളി പെർഫോമൻസസ് ഒക്കെ നിങ്ങൾക്ക് അറ്റ്ലാന്റയിൽ മാത്രമല്ല ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വെൽ ഡൺ ടീം ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരു കാര്യം, സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നതിന് മുമ്പ് ഈ സ്കിറ്റ് കൺസീവ് ചെയ്തത് മിസ്റ്റർ അസീമായിരുന്നു. അതെ, അത് കൺസീവ് ചെയ്തതിന് ശേഷം ഈ 4 പേര് മെയിനായിട്ട് ഇതിൽ ആക്ട് ചെയ്ത 4 പേര് തമ്മിൽ ഒരു റിഹേഴ്സൽ എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സാധനം ചെയ്തത് 4 പേരും കൂടി ഒരുമിച്ച് ഇന്നലെയാണ്. ബിക്കോസ് വി വെയർ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അത് മാത്രമല്ല, റിഹേഴ്സലിൻ്റെ കുറവെന്നുള്ളത് മാത്രമല്ല, ഇതിലെ 2 പേര് റോണിയും ശ്യാമളയും ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് കയറുന്നത്. ദാറ്റ് ടു വിതൗട്ട് എ റിഹേഴ്സൽ. I think you need to give a big round of applause to them both, please. അസീമിനെ കൈയടിക്കേണ്ട കാര്യം പറയേണ്ട ആവശ്യമില്ല. You know he is a born actor. പാല് പറഞ്ഞ പോലെ ഇന്നസെന്റിനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അസീം, ഹാറ്റ്സ് ഓഫ് ടു യു. ഇപ്പൊ ആ നിൽക്കുന്ന ഇപ്പൊ തന്നെ ഒരു ഇന്നസെന്റ് ഉണ്ടെന്നേ. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ വേറെ ആർക്കും ഇല്ല. അതാണ് പ്രശ്നം. അതെ, but anyways, fabulous, very well done. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറയും കേട്ടോ. ഇത് അത് ഒന്നില്ല, ഒന്ന് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.